ഹായ് കൂട്ടുകാരെ, മീഡിയ 7+ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മുടെയൊക്കെ വീട്ടിലെ വാട്ടർ മോട്ടർ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ടാങ്ക് നിറഞ്ഞ് വെളിയിൽ വെള്ളം വേസ്റ്റ് പോകാറുണ്ട്. അങ്ങനെ വെള്ളം വേസ്റ്റ് പോകാതിരിക്കാൻ നമുക്കൊരു വാട്ടർ അലാറം എങ്ങനെ ഫിറ്റ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചുള്ള വീഡിയോ ആണ്. നമ്മൾക്ക് വാട്ടർ മോട്ടറിന്റെ സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് മറന്നു പോകും. അങ്ങനെ വെള്ളമൊക്കെ വേസ്റ്റ് പോകാറുണ്ട്. അപ്പോൾ നമുക്ക് സ്വന്തമായിട്ട് എങ്ങനെ ഈ അലാറം ഫിറ്റ് ചെയ്യാം എന്നുള്ളതിന്റെ വിശദമായ വീഡിയോ ആണ്. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ അലാറം നമുക്ക് പ്ലംബിംഗ് സാധനം വിൽക്കുന്ന കടകളിലും ഓൺലൈൻ സൈറ്റിലും വാങ്ങാൻ കിട്ടും. ഒരു 200 മുതൽ 400 രൂപ വരെ പല കമ്പനിയുടെ പല വിലയിൽ കിട്ടും. ഈ അലാറം വാങ്ങുക, 2 വയറും വാങ്ങണം. അത് നമ്മുടെ സ്വിച്ച് എവിടെയാണോ വെക്കുന്നത്, സ്വിച്ചിന്റെ അവിടെ നിന്ന് നമ്മുടെ ടാങ്കിന്റെ വരെ നീളമുള്ള വയർ വാങ്ങണം. നിങ്ങൾ ഉദ്ദേശിച്ച് എത്ര മീറ്റർ വേണമെന്ന് നോക്കിയ ശേഷം അതിനുള്ള വയറും കൂടെ വാങ്ങുക. എന്നിട്ട് നമുക്ക് സ്വന്തമായിട്ട് എങ്ങനെ കണക്ഷൻ ചെയ്യാമെന്നുള്ളതിനെ കുറിച്ചുള്ള വീഡിയോ ആണ്. നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇതാണ് വാട്ടർ ടാങ്കിന് കൊടുക്കാനുള്ള അലാറം. ഇത് ഗോൾഡ് മോഡൽ എന്ന കമ്പനിയുടെ അലാറമാണിത്. പല കമ്പനിയുടെ നമുക്ക് മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടും. ഒരു 200 രൂപ മുതൽ 400 രൂപ വരെ റേഞ്ചിലുള്ള പല കമ്പനിയുടെയും പല മോഡലും നമുക്ക് വാങ്ങാൻ കിട്ടും. ഇത് ഗോൾഡ് മോഡൽ എന്ന കമ്പനിയുടെയാണ്. ഇത് വാങ്ങിയ ശേഷം ഇതുപോലെ 2 വയർ, ഇത് ജോയിന്റ്, നമുക്ക് ഈ 2 ചെറിയ വയറിൽ ഇതുപോലെ ഒരു വയർ എടുത്ത് 2 കോർ വയർ വാങ്ങണം. 2 കോർ വയറോ ഇങ്ങനെ ലൂസായിട്ട് സെപ്പറേറ്റ് ഉള്ള വയർ, ഇതാണെങ്കിൽ വെയിലത്ത് കിടന്നാൽ ഒരു കുഴപ്പമില്ലെന്നാണ്. 2 കോർ വയർ വാങ്ങി ഇത് ജോയിന്റ് ചെയ്യണം. ജോയിന്റ് ചെയ്തതിനു ശേഷം നമുക്ക് ഈ വയർ നമ്മുടെ ടാങ്ക് എവിടെ ഇരിക്കുന്നോ അവിടെ വരെ ഈ വയർ കൊണ്ടുപോകണം. ഇത് കമ്പനി തരുന്നത് ഇത് നമുക്ക് പ്ലഗ് ചെയ്യാനുള്ളതാണ്. നമ്മുടെ മോട്ടറിന്റെ സ്റ്റാർട്ടർ എവിടെ ഇരിക്കുന്നു അതിന് തൊട്ടടുത്ത് ഒരു പ്ലഗ് ഉണ്ടെങ്കിൽ നല്ലതാണ്. ദൂരമായി കഴിഞ്ഞാൽ നമ്മൾ മോട്ടറിന്റെ സ്വിച്ച് ഓൺ ചെയ്യണം. അതിന് സമയത്ത് തന്നെ നമ്മൾ ഈ അലാറത്തിന്റെ സ്വിച്ച് ഓൺ ചെയ്യേണ്ടി വരും. അപ്പോൾ തൊട്ടടുത്താണെങ്കിൽ നല്ലതാണ്. തൊട്ടടുത്തുണ്ടെങ്കിൽ അവിടെ നമ്മൾ ഇതിനെ പ്ലഗ് ചെയ്യുക. പ്ലഗ് ചെയ്ത് കഴിഞ്ഞ ശേഷം മോട്ടറിന്റെ സ്റ്റാർട്ടർ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ഇതിന്റെ സ്വിച്ച് ഓൺ ചെയ്യണം. ഇത് ഓൺ ചെയ്തെങ്കിൽ മാത്രമേ ഇൻഡിക്കേറ്റർ ഓൺ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഇൻഡിക്കേറ്റർ കത്തും. ഇതുപോലെ നമ്മൾ ഈ 2 വയർ എടുത്തിട്ട് ഈ അലാറത്തിന്റെ വയറിന് തമ്മിൽ ജോയിന്റ് ചെയ്യണം. ജോയിന്റ് ചെയ്ത ശേഷമാണ് ഇത് നമുക്ക് ടാങ്ക് വരെ കൊണ്ടുപോകണം. ഇനി ജോയിന്റ് ചെയ്ത ശേഷം കാണിക്കാം. ഇതിപ്പോ ഇങ്ങനെ വയർ തമ്മിൽ ജോയിന്റ് കൊടുത്തിട്ട് ഇതിപ്പോൾ ഇത് ഞാനൊരു ബക്കറ്റാണ് ഇട്ടേക്കുന്നത്. ഇതൊരു നമ്മൾ മേലത്തെ വാട്ടർ ടാങ്ക് ആണെന്നുള്ള രീതിയിൽ ഇതുപോലെ വയർ കൊണ്ടിട്ടിരിക്കുകയാണ് അതിനകത്ത്. അപ്പൊ ടാങ്കിന്റെ നമ്മൾ വെള്ളം വെളിയിലോട്ട് പോകാനൊരു പൈപ്പ് കൊടുത്തിട്ടുണ്ടാകും. ടാങ്ക് നിറഞ്ഞ് വെളിയിലോട്ട് പോകാനൊരു പൈപ്പ് കൊടുത്തിട്ടുണ്ട്. ആ പൈപ്പ് വഴി നമ്മൾ ഈ വയർ ഉള്ളിലോട്ട് ഇടുക. ഒരു 3 ഇഞ്ചെങ്കിലും താത്തിടുക. ഈ വയർ ഇങ്ങനെ താത്തിടുക. ഈ വയർ തമ്മിൽ കൂട്ടിമുട്ടരുത്. ഇങ്ങനെ ആ ടാങ്കിന്റെ അകത്ത് ഇട്ടേക്കുക. ഇട്ട് കഴിഞ്ഞാൽ ഇനി നമ്മൾ മോട്ടർ സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ എങ്ങനെയാണെന്നുള്ളത് കാണിക്കാം. അപ്പൊ ഞാൻ മോട്ടർ ഓൺ ചെയ്യുകയാണ്. മോട്ടർ ഓൺ ചെയ്യുന്ന കൂട്ടത്തിൽ ഈ അലാറത്തിന്റെ സ്വിച്ച് ഓൺ ചെയ്യണം. 2 ഓൺ ചെയ്തിട്ടുണ്ട്. ടാങ്കിലോട്ട് വെള്ളം വരുന്ന രീതിയിലാണ് കാണുന്നത്. ഇതുപോലെ അലാറം അടിക്കുന്ന സമയത്ത് 2ന്റെ സ്വിച്ച് ഓഫ് ചെയ്യുക. ഇതുപോലെ ആദ്യം നമ്മൾ കാണിച്ചത് അലാറം ഡയറക്റ്റ് ഈ പ്ലഗിൽ കുത്തുന്നതാണ്. പ്ലഗിൽ കുത്തി സ്വിച്ച് ഓൺ ചെയ്യുന്നതാണ് ആദ്യം കാണിച്ചത്. ഇപ്പം ഈ വയർ കട്ട് ചെയ്തിട്ട് ഞാൻ മോട്ടറിന്റെ സ്റ്റാർട്ടറെ തന്നെ കൊടുത്തിരിക്കുകയാണ്. സ്റ്റാർട്ടറിന്റെ ഔട്ട്പുട്ടിൽ നമ്മൾ കൊടുത്തിരിക്കുക. ഇൻപുട്ട് അല്ല, ഔട്ട്പുട്ടിന്റെ വയർ നമ്മൾ ഈ സ്ക്രൂ 2 ലൂസ് ചെയ്ത ശേഷം കണക്ഷൻ കൊടുത്തിരിക്കുകയാണ്. ഇനിയിപ്പം നമ്മൾ ഈ മോട്ടർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ അലാറം ഓൺ ആകും. ഓഫ് ചെയ്യുമ്പോൾ അതിന്റെ കൂട്ടത്തിൽ തന്നെ അലാറം ഓഫ് ആയിക്കോളും. ഇതാണെങ്കിൽ നമ്മൾ പ്ലഗ് സെപ്പറേറ്റ് ചെയ്യേണ്ടി വരും. ഇത് സെപ്പറേറ്റ് ചെയ്യേണ്ട, ഒറ്റ സ്വിച്ചിൽ തന്നെ നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഇതിപ്പോൾ മോട്ടർ ഞാൻ ഓൺ ചെയ്യാണ്. ഓൺ ചെയ്യുമ്പോൾ ഡയറക്റ്റ് ഇത് കത്തിയിട്ടുണ്ട്. ഞാനിപ്പോൾ ടാങ്കിലോട്ട് കൊള്ളാൻ പോകും. ഒറ്റ സ്വിച്ചിൽ തന്നെ നമ്മൾ ഓണിലുമായി, ഓഫ് ചെയ്തപ്പോൾ ഡയറക്റ്റ് 2ഉം ഓഫുമായി. ഇതാണ് ഒരു രീതി. ഇതിപ്പോൾ സാധാരണ നമ്മൾ ജെറ്റ് പമ്പിനാണ് ഇങ്ങനെ കൊടുക്കും. ജെറ്റ് പമ്പിനുള്ള സ്വിച്ചാണിത്. സമ്മർസർ പമ്പാണെന്നുണ്ടെങ്കിൽ ഇത് സമ്മർസർ പമ്പിന്റെ സ്റ്റാർട്ടറാണ്. സമ്മർസർ പമ്പിന്റെ സ്റ്റാർട്ടറിനും ഇതേപോലെ തന്നെ തൊട്ടടുത്ത് പ്ലഗ് ഉണ്ടെങ്കിൽ നമ്മൾ ഈ അലാറം പ്ലഗ് തന്നെ ചെയ്യാം. ആദ്യം കാണിച്ച പോലെ തന്നെ പ്ലഗ് ചെയ്യാം. അല്ല എങ്കിൽ പ്ലഗ് ചെയ്യുന്നതിന് പകരം നമ്മൾ ഈ വയർ കട്ട് ചെയ്ത്, ഈ അലാറത്തിന്റെ വയർ കട്ട് ചെയ്ത് ഇതിനും കൊടുക്കാം. പേസൺ മോട്ടർ ഇതിന് വരുന്നുണ്ട്. അതുപോലെ തന്നെ റെഡ്, യെല്ലോ, ബ്ലൂ. സമ്മർസർ പമ്പിന്റെ മോട്ടറിനും 3 വയറാണ് മോട്ടറിൽ നിന്ന് ഇതേക്കൂടെ കണക്ഷൻ കൊടുക്കേണ്ടത്. ജെറ്റ് പമ്പിനാണെങ്കിൽ 2 വയറേ വരത്തുള്ളൂ.
ഇതിപ്പോൾ നമ്മുടെ ഇരിക്കുന്ന ജെറ്റ് പമ്പായിട്ട് അതിന്റെ കണക്ഷൻ കൊടുത്തിട്ടില്ല. സമ്മർസർ പമ്പിന്റെ ആണെങ്കിൽ 3 വയർ വരും, റെഡ്, യെല്ലോ, ബ്ലൂ. നമ്മൾ ഈ റെഡും ബ്ലാക്കും നമ്മൾ ഈ ന്യൂട്രലിന്റെ അവിടുത്തെ ബ്ലാക്കും കൊടുക്കുക, ന്യൂട്രലിന്റെ അവിടെ റെഡ് എന്ന് എഴുതിയിരിക്കുന്നിടത്ത് ഈ വയർ നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓൺ ചെയ്യുന്ന സമയത്ത് തന്നെ ബെല്ല് ഓൺ ആകും, ഓഫ് ചെയ്ത സമയത്ത് തന്നെ ബെല്ല് ഓഫ് ആകും. അപ്പൊ ഇനി എന്റെ കണക്ഷൻ കൊടുത്ത ശേഷം ഞാൻ കാണിക്കുക എങ്ങനെയാണെന്നുള്ളത്. സമ്മർസർ പമ്പിന്റെ കണക്ഷൻ ഇങ്ങനെയാണ് കൊടുക്കുന്നത്. ഇത് നമ്മൾ കട്ട് ചെയ്തതിന് ശേഷം റെഡ് എന്നുള്ളിടത്ത് നമ്മൾ ഈ റെഡ് വയറും കൊടുത്തു, ന്യൂട്രലിന്റെ അവിടെ ന്യൂട്രൽ കണക്ഷൻ കൊടുത്തു, ഈ പേസിന്റെ അവിടെ കൊടുക്കരുത്. ഈ രണ്ട് കണക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അതിന് സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ ഇത് ഓൺ ആയിക്കോളും. ഇതാണ് ഇതിന്റെ കണക്ഷൻ കൊടുക്കുന്ന രീതി. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. ആദ്യം കാണിച്ച് പ്ലഗ് ചെയ്യുന്ന രീതിയാണെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്യാം, യാതൊരു ബുദ്ധിമുട്ടുമില്ല. കട്ട് ചെയ്ത് കൊടുക്കുന്ന രീതിയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ്, ഒറ്റ സ്വിച്ച് ഇട്ടാൽ മതി. അത് ബുദ്ധിമുട്ടെന്ന് തോന്നുന്നെങ്കിൽ ആദ്യം കാണിച്ച് തന്നെ പ്ലഗ് ചെയ്യുന്ന രീതി തന്നെ നിങ്ങൾ ചെയ്യുക. വെള്ളവും ഇലക്ട്രിസിറ്റിയും പാഴാകാതിരിക്കട്ടെ. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.